الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കേരളത്തിലും ചില പ്രദേശങ്ങളിലുമെല്ലാം ഇതൊരു അവധിക്കാലമാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധ കാണിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് രക്ഷിതാക്കൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവധിക്കാലം എന്ന് പറയുമ്പോൾ മക്കൾക്ക് കളിക്കാനുള്ള സമയമായിക്കൊണ്ടാണ് പല ആളുകളും അവധിക്കാലത്തെ കാണാറുള്ളത്. എന്നാൽ വിശ്വാസികളായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈമാനികമായി ഉയർത്തിക്കൊണ്ടുവരാൻ, സ്വഭാവരംഗത്തവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഏറെ ഉപകരിക്കുന്ന സമയമായിക്കൊണ്ടാണ് ഈ സന്ദർഭത്തെ മാതാപിതാക്കൾ കാണേണ്ടത്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ അവധിക്കാലത്ത് രക്ഷിതാക്കളിൽ നിന്ന്, ഒരു ഉമ്മയിൽ നിന്ന്, ഒരു ഉപ്പയിൽ നിന്ന് ലഭിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഒരു അവധിക്കാലമാണ്. അവധിക്കാലം എന്ന് പറയുമ്പോൾ ഒഴിവ് സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒന്നാമതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയേണ്ടത് സമയത്തിന്റെ ഗൗരവമാണ്. വരാൻ പോകുന്ന അല്ലെങ്കിൽ ആരംഭിച്ച ഈ 2 മാസക്കാലം, ഈ 2 മാസത്തിൽ സമയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നല്ല ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്.
അവധിക്കാലം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു മോചനമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ഈ കാലഘട്ടം. നമ്മുടെ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മോശം ചിന്തകളിലേക്ക്, അതേപോലെ തന്നെ കൂട്ടുകെട്ടിലേക്ക്, അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ കടന്നു പോകുന്നത്. അവർക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സന്ദർഭം ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായ ആളുകൾ അവർ പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ മഫ്സദതുൻ ലിൽ മർഇ ഐ മഫ്സദ. ഒരു കവിതയിലെ വാചകമാണ്. ആ വാചകത്തിന്റെ അർത്ഥം യൗവനവും ഒഴിവ് സമയവും പണവും ഒത്തുചേർന്നാൽ അത് മനുഷ്യനെ വലിയ നാശങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. അപ്പൊ ഒരു മനുഷ്യൻ, അതാണാകട്ടെ പെണ്ണാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ അല്ലെങ്കിൽ കുട്ടിയാകട്ടെ ആരാകട്ടെ, അവൻ നശിക്കുവാനുള്ള കാരണം അവന്റെ ജീവിതത്തിൽ അവന് നല്ല ആരോഗ്യമുണ്ട്, അതേപോലെ തന്നെ ഒഴിവ് സമയമുണ്ട്, സമ്പത്തുണ്ട്. ഇതൊക്കെ ഒത്തുചേർന്നാൽ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് ലഭിച്ചാൽ തന്നെ പലപ്പോഴും അവൻ നാശമാകാൻ, കേടുവരാൻ ഇടയാകുമെന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് സമയത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. എന്താണ് നമ്മൾ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹതു വൽ ഫറാഗ്. മനുഷ്യന്മാരിൽ അധിക ആളുകളും വിസ്മരിച്ചു കളയുന്ന അല്ലെങ്കിൽ വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്നാണ്. അധിക ആളുകളും ശ്രദ്ധിക്കാത്ത രണ്ട് അനുഗ്രഹങ്ങൾ, ഗൗരവമായി കാണാത്ത രണ്ട് അനുഗ്രഹങ്ങൾ. ഏതാണ് നിഅമത്ത്? ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തെക്കുറിച്ച് ബോധമില്ല എങ്കിൽ മനുഷ്യൻ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞത്, കുട്ടികളായാലും മുതിർന്നവരായാലും ഈ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കണം. അപ്പൊ 2 മാസക്കാലം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുമ്പുള്ള സമയം, പരീക്ഷാ കാലഘട്ടമുണ്ട്, സ്കൂളുകളിൽ കലാലയങ്ങളിൽ പോയ സമയമുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കലാലയങ്ങളിലാണ്, രാത്രി അവർക്ക് പഠിക്കാനുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത ഒരുപാട് ഒഴിവ് സമയം കിട്ടുന്ന ഈ ഒരു അവധിക്കാലത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ സമയത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഈ സമയം എങ്ങനെ വിനിയോഗിക്കണം, അതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ നിർബന്ധമായ കടമയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ആ 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഏതൊക്കെയാണ് അതിലൊന്ന്? ശബബക ഖബല ഹറമിക. നിനക്ക് ആരോഗ്യം, നിനക്ക് നിന്റെ യുവത്വ കാലഘട്ടം, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ്, പ്രായമാകുന്നതിന്റെ മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബല സഖമിക. നിന്റെ ആരോഗ്യത്തെ, രോഗിയാകുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നീ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഗിനാക ഖബല ഫഖരിക. നിന്റെ സാമ്പത്തികമായ ഭദ്രത, ദാരിദ്ര്യം വരുന്നതിന്റെ മുൻപ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നീ ഉപയോഗപ്പെടുത്തണം. അടുത്ത വാചകം വഫറഗക ഖബല ശുഗ്ലിക. നീ തിരക്കിലാകുന്നതിന് മുമ്പ്. ഒരുപക്ഷെ കാലം കുറെ കഴിയുമ്പോൾ വലിയ തിരക്കുകൾ വരും. ആ തിരക്കിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഒഴിവ് സമയത്ത് നന്നായി നീ ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. വഹയതക ഖബല മൗതിക. നിന്റെ മരണം വരുന്നതിന്റെ മുൻപ് നിന്റെ ജീവിതത്തെ നീ ധന്യമാക്കണം, ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവർ, ഈ ഉപദേശമാണ് നമുക്ക് സ്വയം ഏറ്റെടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് കൈമാറാനുമുള്ളത്. നമ്മുടെ മുൻപിലുള്ള സമയത്ത് എന്ത് ചെയ്യണം? അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു ഉമ്മയുടെ, ബാപ്പയുടെ ബാധ്യതയാണ് ഈ അവധി സമയത്ത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അവരുടെ സമയം കളയുന്നത്. അതിനെന്ത് വേണം? ഒന്ന്, കൃത്യമായ ഒരു ദിനചര്യ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അവർ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള സമയത്തിനിടയിൽ അവർക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മക്കളോട് സ്വയം എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയണം. അവരത് ചെയ്തു തരണം, നമ്മളത് കാണണം. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ഒരു കൃത്യമായ നിരീക്ഷണം ആ മേഖലയിൽ നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒഴിവ് സമയത്ത് നമ്മുടെ കുട്ടികൾ വായനാശീലം വളർത്താൻ, അവർ വായിക്കുന്ന ആളുകളാണോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ വായന പ്രേരിപ്പിക്കാൻ രക്ഷിതാക്കൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, സ്വാഭാവികമായും ഒരു അവധി സമയത്ത് ഇത്രയും കാലം അവർ പുസ്തകത്തിലായിരുന്നു, പഠനത്തിലായിരുന്നു. വീണ്ടും നമ്മൾ അതിൽ തന്നെ പൂർണ്ണമായി കെട്ടിയിടുകയല്ല, മറിച്ച് അവർക്ക് വിനോദത്തിനുള്ള, അതേപോലെ തന്നെ അത്തരം അവരുടെ മനസ്സുകൾക്ക് സന്തോഷം നൽകുന്ന അനിസ്ലാമികമല്ലാത്ത കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക? അതിനവർക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടുജോലികളിൽ, വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ പങ്കാളികളാക്കണം.
നമ്മുടെ വീട്ടിലെ പുതപ്പുകൾ മടക്കി വെക്കാൻ, അതേപോലെ തന്നെ മുറ്റം വൃത്തിയാക്കാൻ, പാത്രം കഴുകാൻ, ഇങ്ങനെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ കൂടെ പങ്കു ചേർക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, സർഗാത്മകമായ കഴിവുകൾ ഉണ്ടാകും നമ്മുടെ കുട്ടികൾക്ക്. പല രീതിയിലുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആ കഴിവുകൾ എന്ത് ചെയ്യണം, അതിനെ വളർത്താൻ, അവരുടെ സ്കില്ലുകൾ അതിനെ വളർത്താൻ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ സമയം പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവധിക്കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദീനീ പഠനത്തിന് എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾ മുൻഗണന കൊടുക്കുന്നവരാകണം. അത് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഈ അവധി സമയത്ത് സ്കൂൾ പഠനത്തിനിടയിൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാതെ പോയ ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി അവരോട് മതപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും അവർ പറയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു ദീനിൽ അവഗാഹം കൊടുക്കുന്നതാണ്. ദീൻ അറിയുന്ന ആളായിരിക്കും. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളമാണ് അയാൾ ദീന് നന്നായി പഠിച്ച ആളായിരിക്കും. അയാൾക്ക് നിസ്കരിക്കാൻ കൃത്യമായിട്ട് അറിയാം, ഖുർആൻ ഓതാൻ അറിയാം, ഖുർആന്റെ അർത്ഥം അറിയാം, അതേപോലെ തന്നെ എഴുതാൻ അറിയും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാകണം. അതിനെന്താ വേണ്ടത്? അവർക്ക് മതപരമായ അവഗാഹം കൊടുക്കാൻ, മതപരമായ അറിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ് പഠിപ്പിക്കുക. അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. ഇത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കടമയാണ്, രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദിബൂഹും വഅല്ലിമൂഹും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അദബ് പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ അവർക്ക് നിങ്ങൾ ഇൽമു കൊടുക്കണം എന്നാണ്. ഒരു രക്ഷിതാവിന്റെ ബാധ്യതയാണ് ഈ ഇൽമെന്ത മതപരമായ അറിവാണ്. അതിനർത്ഥം ഭൗതികമായ അറിവ് കൊടുക്കേണ്ടതല്ല. ഭൗതികമായി ഏറ്റവും നല്ല അറിവ് എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഒരു ഉപ്പ ഒരു ഉമ്മ എന്ന നിലയിൽ മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്ക് മതപരമായ അറിവുകൾ പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അമലു ബിതാഅത്തില്ലാഹ്, നമ്മുടെ കുടുംബത്തോട് പറയണം അള്ളാഹനെ അനുസരിക്കണം കേട്ടോ. ഭാര്യനോടും മക്കളോടൊക്കെ രക്ഷിതാക്കൾ കൽപ്പിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. അതേപോലെ തന്നെ ദിക്റുകൾ എടുക്കാൻ, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാകാൻ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന പണിയെടുക്കാൻ വേണ്ടി അവരെ ഉത്ബോധിപ്പിക്കണം, അവരെ ഓർമ്മപ്പെടുത്തണമെന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾ മതപരമായി ഇന്നലെ വരെ പഠിക്കാത്ത എന്ത് പഠിച്ചു എന്ന് എന്ത് ചെയ്യണം, നമ്മളൊരു പരിശോധന നടത്തണം. അപ്പൊ ഇന്ന് ഈ ഖുത്ബയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി നിങ്ങളുടെ മക്കളെ ഒന്ന് വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു നോക്കുക, മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം എന്ന് പറയാൻ പറഞ്ഞു നോക്കി. അത് വലിയ കുട്ടിയാകട്ടെ ചെറിയ കുട്ടിയാകട്ടെ അവർക്ക് അറിയോ? മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം, അതേപോലെ തന്നെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ, അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികൾക്ക് അറിയോ? ഒന്നൊരു ആത്മാർത്ഥമായി പരിശോധന നടത്തി നോക്കും നിങ്ങൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് ഓതാൻ അറിയോ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മളിൽ പല കുട്ടികൾക്കും ഇതൊന്നും ലഭിച്ചിട്ടില്ല, അവർക്ക് അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടായിട്ടില്ല. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്ത കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മക്കളിൽ പല ആളുകളും, അത് മുതിർന്ന ആളുകളുണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ആളുകൾ. ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ചൊല്ലേണ്ട, അവൻ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. 15 വയസ്സായ 20 വയസ്സായ നമ്മുടെ കുട്ടികൾക്ക് അത് അറിയില്ല. അവർ കോളേജിലാണ് പഠിക്കുന്നത്, അതേപോലെ തന്നെ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ആളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. പക്ഷെ അതൊന്നും അറിയാത്തവരാണ് നമ്മുടെ കുട്ടികളെങ്കിൽ അവിടെ വലിയ ഒരു ബാധ്യത നമുക്ക് നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് എന്റെ കുട്ടികളെ മതപരമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ശ്രമിക്കുമെന്ന ഒരു തീരുമാനം, അതിനുള്ളൊരു പരിശ്രമം മാതാപിതാക്കൾ എടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് ഈ അവധിക്കാലത്ത് അവരെ അദബ് പഠിപ്പിക്കാം, മര്യാദകൾ പഠിപ്പിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അത് രക്ഷിതാവിന്റെ അനിവാര്യമായ ബാധ്യതയാണ്. വലിയ ആളുകളെ ബഹുമാനിക്കാൻ, ചെറിയ ആളുകളോട് കരുണ കാണിക്കാൻ, സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്താൻ, ഇതൊക്കെ അവരെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ അവർക്ക് നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, അറിവ് നേടുന്നതിന് മുമ്പ് അദബ് നേടണം എന്നാണ്. അറിവ് നേടുന്നതിന്റെ മുൻപ് അദബ് നേടണം.
കാരണം അതവുള്ള ഒരാളാണ്, സംസ്കാരമുള്ള ഒരാളാണ്, മര്യാദകൾ അറിയുന്ന ഒരാളാണ്. എന്ത് ചെയ്യുക? അയാൾക്ക് നന്നായി പഠിക്കാൻ പറ്റും, ഒരു നല്ല മനുഷ്യനാകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതബ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളെ ക്ഷമിക്കാൻ പഠിപ്പിക്കാം. ഇതൊരു വലിയ പാഠമാണ്, നമ്മുടെ കുട്ടികൾക്ക് നാം പകർന്നു കൊടുക്കേണ്ട പാഠമാണ്. നോക്കൂ നിങ്ങൾ, കുട്ടികളെ നമ്മൾ ക്ഷമിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാൻ, അവന്റെ അടുക്കൽ ഒരു തെറ്റു പറ്റിയാൽ തെറ്റാണ് എന്ന് പറയാൻ, തെറ്റുപറ്റിയെന്ന് പറയാൻ, ക്ഷമിക്കണമെന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കൽപ്പിക്കുന്ന ആളുകളാകാൻ പാടില്ല. അവരുടെ വീട്ടിലെ മുതിർന്ന ആളുകളോടും അതേപോലെ തന്നെ അവരുടെ താഴെയുള്ള ആൾക്കാരോടൊക്കെ കൽപ്പനകൾ പറയുന്ന ആൾക്കാരാണ്, ചെയ്യാൻ കൽപ്പിക്കുന്ന ആളുകൾ. അതൊക്കെ നമ്മൾ ഒഴിവാക്കിപ്പിക്കണം. നമ്മുടെ കുട്ടികളോട് കാര്യങ്ങൾ പറയുമ്പോൾ ആജ്ഞാപിക്കാതെ അപേക്ഷാസ്വരത്തിൽ പറയുന്ന ഒരു പ്രവണത, അതൊരു സ്വഭാവമാണ്. അത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. അതേപോലെ തന്നെ അനുവാദം ചോദിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങൾ. അവിടെയൊക്കെ എന്ത് ചെയ്യുക? അതബുകൾ, മര്യാദകൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഭക്ഷണ രീതികൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ചില കുട്ടികൾ അവരുടെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാർ, എന്ത് കിട്ടിയാലും അവർക്ക് മാത്രമായിരിക്കും. ഇത് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? അവർ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുന്ന, പങ്കിടുന്ന സ്വഭാവക്കാരാക്കി മാറ്റണമെങ്കിൽ നമ്മളത് പഠിപ്പിക്കണം. അതിന്റെ അത്തരത്തിലൊരു ബോധം അവർക്ക് പകർന്നു കൊടുക്കണം. അതിന് ഏറ്റവും നല്ല സമയത സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം ഉമ്മാന്റി ബാപ്പാന്റി കൂടെ ഉണ്ടാകുക. ഇത് 2 മാസക്കാലം നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുടെ അവർ നമ്മളെ കണ്ട് അവർ നമ്മളെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള അതബുകൾ, മര്യാദകൾ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. 4ാമത്തെ കാര്യം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളുടെ സാന്നിധ്യം, അവരുടെ സാമീപ്യം എന്ത് ചെയ്യണം? കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ, അവർ പറയുന്നത് കേൾക്കാൻ, അവരുമായി കൊണ്ട് യാത്ര ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളെ വെറുതെ ട്യൂഷൻ ക്ലാസ്സുകളിലേക്കോ അതേപോലെ ക്യാമ്പുകളിലേക്കോ അയച്ചാൽ മാത്രം പോരാ. അതൊക്കെ വേണ്ടെന്നല്ല. ഈ അവധിക്കാലത്തും ഒരുപാട് സമയം കുട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വിടുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം അവരുടെ കൂടെ ചെലവഴിക്കാൻ, ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ, ഒരുമിച്ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരോട് കരുണ കാണിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ ഖുത്ബ പറയാണ്. അപ്പോഴാണ് നബിന്റെ പേരക്കുട്ടികള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും പള്ളിയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ വന്ന് താഴെ ഇറങ്ങി. നബി അവരെ വാരിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചുംബിച്ചു. എന്നിട്ട് നബി ആയത്തോതി, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും പരീക്ഷണമാണ് എന്ന ആയത്തോതി. നോക്കൂ നിങ്ങൾ, മിമ്പറിൽ നിന്നാണ് നബി താഴെ ഇറങ്ങി ആ മക്കളെ കണ്ടപ്പോൾ അവരെ വാരിയെടുക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം പറയും. നമ്മൾ ഈ പല ആൾക്കാരും കുട്ടികളെ കണ്ടെത്തിയില്ല, അവരെ ശ്രദ്ധിക്കും കൂടിയില്ല. നബിയുടെ മാതൃക ഏതാണ്? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ചുംബിക്കാറുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന കുട്ടികളോടുള്ള മര്യാദകളാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ കൂടെ ഇരിക്കാൻ എന്ത് ചെയ്യണം? ഈ അവധിക്കാലത്ത് രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എപ്പോഴും നബിയുടെ വലതുവശത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിരിക്കും. എല്ലാ ദിവസവും നബിന്റെ സദസ്സ് അദ്ദേഹത്തിന് അറിയാം. ആ സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് നബിന്റെ സീറ്റിന്റെ തൊട്ടുപുറത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിരിക്കും. അപ്പൊ നബിയുടെ സദസ്സിലേക്ക് പല ആളുകളും പലതും കൊടുക്കും. ഈത്തപ്പഴം കൊണ്ടുവരും, പാല് കൊണ്ടുവരും, പലതും കൊണ്ടുവരും. അപ്പൊ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് ആരംഭിച്ചു. അപ്പൊ ഒരാൾ പാല് കൊണ്ടുവന്നു. അപ്പൊ നബിക്കത് വിതരണം ചെയ്യണം, ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ആ സദസ്സിൽ പ്രായമുള്ള കുറെ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആ സദസ്സിൽ നബിയുടെ മര്യാദ, നബി എന്ത് കൊടുക്കുമ്പോഴും എന്തൊരു നല്ല കാര്യം വലതുവശത്ത് നിന്ന് ആരംഭിക്കുക, വലതുനിന്ന് നബി തുടങ്ങാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിനോട് ചോദിക്കുന്നത്, ഈ സദസ്സില് പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട്, ഞാൻ അവർക്ക് ആദ്യം കൊടുത്തോട്ടെ. അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു വാചകം എന്താ പറയുക? ഞാൻ നബിയെ നേരത്തെ നബിയുടെ ഈ കസാരയുടെ നബി ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഞാൻ വന്നിരിക്കാൻ കാരണം എനിക്കറിയാം അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യുമ്പോഴെന്ത് ചെയ്യും, അത് വലത്തുനിന്നാ തുടങ്ങാൻ എനിക്കറിയാം. അത് ആദ്യം ലഭിക്കാൻ വേണ്ടിയാ ഞാൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ സമ്മതിക്കൂല. നോക്കൂ നിങ്ങൾ, ആ കുട്ടിക്ക് ആ തിരിച്ചറിവ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ നബിന്റെ സഹോദരന്റെ പുത്രനാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ആ തിരിച്ചറിവ് കിട്ടിയത്, ആ ഒരു അദബ് കിട്ടിയത്, ആ ഒരു മര്യാദ കിട്ടിയത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിലൂടെ നബിയെ കണ്ട് അദ്ദേഹം പഠിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മാതൃകയാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉതൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക. അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതെ. ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കളവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിനേക്കാൾ വലിയ കളവ് പറയും. അതേപോലെ തന്നെ അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കാതിരിക്കുക. കുട്ടികളോട് എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കണം.
ഇനി മറന്നുപോയതാണെങ്കിൽ ഓർമ്മ വരുമ്പോൾ നമ്മളത് ചെയ്യണം. അപ്പൊ മനുഷ്യന്മാരുടെ മറവിയൊക്കെ സംഭവിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാരെ വളരെ കൃത്യമായി അത് നമ്മളെ പഠിപ്പിച്ച് കാണാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ അതിന്റെ അപകടങ്ങൾ ആദ്യം നമ്മൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയ പരമാവധി എന്ത് ചെയ്യണം? ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളിൽ നിന്ന് സോഷ്യൽ മീഡിയയെ എടുത്തു മാറ്റുന്ന നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുക? കുട്ടികൾ സുലഭമായിട്ട് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ അധിക സമയം പോകുന്ന അവിടെയാണ്. എല്ലാ കുട്ടികളാണെന്നല്ല, പക്ഷെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയകളിൽ അവരുടെ സമയങ്ങൾ കളയുന്നുണ്ട്, ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ അപകടങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരുടെ സമയം നന്മയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന അറിവ് എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് പകർന്നു. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം. നമ്മുടെ കുട്ടികൾക്ക് ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം. അപ്പൊ നമ്മൾ ജുമാക്ക് വന്നു, നമ്മുടെ എല്ലാവരെയും മക്കള് നമ്മൾ വന്ന സമയത്ത് വന്നിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇവിടെ അവർ സ്കൂളിലെ സമയത്ത് പലപ്പോഴും ജുമാക്ക് വൈകിയ വരിക. അപ്പൊ ഈ അവധിക്കാലത്ത് നമ്മൾ പള്ളിയിൽ വരുന്നതിന്റെ കൂടെ അവരും കൂട്ടി വരണം. മഗ്‌രിബിനായാലും അതേപോലെ തന്നെ സുബഹിക്കായാലൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മുടെ പള്ളിയിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുപോകുന്ന, ചേർത്ത് പിടിക്കുന്ന ആളുകളായി മാറണം. അവർക്ക് നമ്മൾ ആരാധനകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. മഹാനായ ലുക്മാനുൽ ഹക്കീമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഓരോ ഉപദേശങ്ങൾ മതപരമായി മക്കൾക്ക് പ്രോത്സാഹനം നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ സൂറത്തുൽ ലുക്മാനിലെ നമുക്ക് വായിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നിങ്ങൾ ഇസ്ലാമിക ലോകത്തെ മഹാപണ്ഡിതനാണ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഹദീത്തിന്റെ ഗ്രന്ഥമുണ്ട്, ബുലൂഗുൽ മറാം. ആ ഹദീത്തിന്റെ ഗ്രന്ഥം അദ്ദേഹം എഴുതാൻ കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ആൺകുട്ടി ഉണ്ടായി. അദ്ദേഹത്തിന്റെ ആ ആൺകുട്ടിയെ പണ്ഡിതനാക്കണം, ഒരു ആലിമാക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ബുലൂഗുൽ മറാം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ഈ ലോകത്ത് പിറവിയെടുക്കുന്നത്. ഒരു ബാപ്പ, ആ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു മകനെ നന്നാക്കണം എന്നുള്ളത്. എങ്ങനെ ഇമാം ഷാഫിയെ ലോകത്ത് ലഭിച്ചത്? ഇമാം ഷാഫിയെ കുറിച്ച് അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഇമാം ഷാഫി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ ഈ ലോകത്തെ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സേവനമാണ്. എന്റെ കുട്ടിയെ ഒരു ആലിമാക്കണം, ഒരു പണ്ഡിതനാക്കണം. ആ ഉമ്മ അത് ആഗ്രഹിക്കുകയും അവന്റെ ഭാഷ നന്നാകാൻ വേണ്ടി, ഇമാം ഷാഫിയുടെ ഭാഷ നന്നാകാൻ വേണ്ടി അറബി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ, ഫുസ്ഹ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോയ ഒട്ടനവധി ചരിത്രങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഈ വിഷയം നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഗ്രന്ഥം അദ്ദേഹം രചിച്ചതിനറിയോ? തന്റെ മകൻ, അദ്ദേഹം സമയം എങ്ങനെ, ആ കുട്ടി സമയം അത്ര നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് മനസ്സിലായ സമയത്ത് അദ്ദേഹം മകനെ ഒരു കത്ത് എഴുതാണ്. ആ കത്ത് ഈ കാലഘട്ടത്തിൽ ഗ്രന്ഥമായി പുറത്തു വന്നു, ഒരു പുസ്തകമായിട്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മകൻ എഴുതിയ ലേഖനങ്ങൾ, മകൻ എഴുതിയ നസീഹത്തുകൾ, ലഫ്തത്തുൽ കബദി ഇലാ നസീഹത്തിൽ വലദി എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് അറബി ലോകത്ത്. ഇതൊരു ബാപ്പ മകൻ എഴുതിയ കത്തുകളാണ്. ആ മകന്റെ വളർച്ചയെ എത്രമാത്രം ആ ബാപ്പ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ മക്കളുടെ നന്മക്ക് വേണ്ടി ചെയ്ത ഒരുപാട് സേവനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് സമയം എന്ത് ചെയ്യാം, നമ്മൾ മാറ്റിവെക്കുക. ഈ അവധിക്കാലം കഴിയുമ്പോൾ ചെറിയ കുട്ടിയായാലും കുറച്ച് മുതിർന്ന ആളുകളായാലും ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രാധാന്യം നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ആരുമായി കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കൂട്ടുകൂടുന്നത്? നബി പറഞ്ഞില്ലേ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാളുടെ ഒരാള് അവരുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളിൽ പല ആൾക്കാരും മദ്യപിച്ചത് ഒറ്റക്ക് പോയിട്ടല്ല, കൂട്ടുകൂടിയിട്ടാണ്. നമ്മുടെ കുട്ടികളിൽ പല ആളുകളും തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചത് അവരൊറ്റക്കല്ല, ഏതൊക്കെയോ കൂട്ടുകാരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടി ആരുമായി കൊണ്ടാണ് ഇടപഴകുന്നത്, കൂട്ടുകൂടുന്നത് എന്ന് എന്ത് ചെയ്യണം, കൃത്യമായി കൊണ്ട് നോക്കണം. നാളെ അക്രമികളായ ആളുകൾ, പരലോകത്ത് വിരല് കടിക്കുന്ന ആളുകളുടെ ഒരു വിലാപം എന്താ? അവർ പറയുന്ന വാചകം എന്താ? ഞാൻ ഇന്നയാളെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യന്മാർ പറയുന്നതാണ്. അതുകൊണ്ട് ആ ഒരു അവസരം ഇല്ലാതെയാക്കാൻ എന്ത് വേണം? നല്ല ആളുകളുമായി കൊണ്ട് നമ്മൾ കൂട്ടുകൂടുക. നമ്മുടെ മക്കളെ നന്മയിൽ ജീവിപ്പിക്കുന്ന, അതിനെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന നല്ല മാതാപിതാക്കളാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ലോകത്തെ മഹാപണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽവാബിൽ സയ്യിബ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മനുഷ്യനെ നേർവഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, തെറ്റിക്കാൻ മനുഷ്യന്റെ ശത്രുവായ പിശാച് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 മാർഗങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ثلاثه അബ്വാബ് യദ്ഖുലു മിൻഹ ശൈത്വാനു അലൽ അബ്ദ്. അദ്ദേഹം പറയുന്നത് 3 വാതിലുകളിലൂടെ, 3 കവാടങ്ങളിലൂടെ മനുഷ്യന്റെ സമീപത്തേക്ക് പിശാച് വരും. ആ 3 വഴികൾ, 3 കാര്യങ്ങൾ, അത് മനുഷ്യൻ ചെയ്താൽ എന്ത് ചെയ്യും? അവന് വഴി തെറ്റും. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ 3 കവാടങ്ങൾ മനുഷ്യൻ അടച്ചു പിടിച്ചാൽ, ആ 3 കവാടങ്ങൾ അവൻ ശ്രദ്ധിച്ചാൽ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ആത്മീയ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ പിശാച് നമ്മളിലേക്ക് കടന്നു വരുന്ന വഴി ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തത് അൽ ഗഫ്ല. ഒന്നാമത്തെ കാര്യം എന്താ? അശ്രദ്ധയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് വരുന്ന വഴി എന്താ? മനുഷ്യനെ അശ്രദ്ധനാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എപ്പോൾ അശ്രദ്ധരാകുന്നോ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള തിന്മകളിലേക്ക് പോകും. ഖുർആൻ ഓതുന്നതിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന്, നമസ്കാരത്തിൽ നിന്ന്, ഇതൊക്കെ നമ്മൾ വിടാൻ, മാറി നിൽക്കാൻ കാരണം നമ്മൾ അശ്രദ്ധരാണ്, ഗഫ്ലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. പിശാചിന്റെ ആവശ്യം എന്താ? നമ്മളെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഓതാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വേറെ എന്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകും. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ വേറെ എന്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ട്. നമുക്കറിയാം പള്ളിയിൽ വരണം, നമ്മളിത് പഠിച്ച ആളുകളാണ്, പക്ഷെ അവിടെ ആ ശ്രദ്ധയിൽ നിന്ന് പിശാച് നമ്മളെ തെറ്റിക്കും. അതാണ് പിശാച് നമ്മളിലേക്ക് വരുന്ന ഒരു വഴി. അതുകൊണ്ട് തന്നെ ഗഫ്ലത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം, ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞ അത്താനി അശ്ശഹുവ. രണ്ടാമത്തത് ഇച്ഛകളാണ്. എന്താണ് ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിന് തോന്നുന്നത് പ്രവർത്തിക്കാം. അത് പിശാച് ഉണ്ടാക്കി തരുന്നൊരു ചിന്തയാണ്. മനുഷ്യൻ വഴിതെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഷഹുവാത്തുകൾ, ഇച്ഛകൾ എന്ന് പറയുന്നത്. അവന്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പിറകെ അവൻ പോവുക. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിന്റെ അടിമകളാകാൻ പാടില്ല. മനസ്സിലായി? മനസ്സിന്റെ അടിമകളാകാൻ പാടില്ല. മനസ്സിൽ തോന്നുന്ന, വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ആയത്തിലൂടെ പറയുന്ന ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്കാണ് കൊണ്ടുപോകുക. തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ആ ഷഹുവാത്തുകളുടെ പിറകെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അധർമ്മങ്ങളിലേക്ക്, തെറ്റായ പ്രവൃത്തികളിലേക്ക് ഈ ഷഹുവാത്തുകൾ നമ്മളെ നയിക്കും. ലഹരിയാകട്ടെ, അവിഹിത ബന്ധങ്ങളാകട്ടെ, അശ്ലീലതകൾ കാണൽ, ഇതൊക്കെ എന്താണ്? ഷഹുവാത്തുകളാണ്. ആ ഷഹുവാത്തുകളിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യുക? ആത്മനിയന്ത്രണം പാലിക്കണം. ഇച്ഛകളുടെ പിറകെ പോകാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ പിശാച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മൂന്നാമത്തത് ഗളബാണ്. പിശാച് നമ്മളിലേക്ക് വരുന്ന മൂന്നാമത്തെ വഴി അത് കോപമാണ്, ദേഷ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ താക്കി, ദേഷ്യം എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നാണ്. നമുക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് പഠിപ്പിക്കാൻ വേണ്ടി നബി വരുന്നത്. ലൈലത്തുൽ ഖദർ നബിക്കത് അറിയാം. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണ്. ആ ദിവസം പഠിപ്പിക്കാൻ വേണ്ടി നബി വരുമ്പോഴാണ് 2 ആൾക്കാർ അടി കൂടുന്ന നബി കാണുന്നത്, ശണ്ട കൂടുന്നത് കാണുന്നത്. നബി അതിൽ ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറയാൻ വേണ്ടി വന്ന കാര്യം മറപ്പിക്കപ്പെട്ടതാ. നബി അവരോട് പറയുന്നു, നിങ്ങൾ 2 പേരും ഈ ശണ്ട കൂടുന്നത് ഒരു വാചകം നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് കൂടുമായിരുന്നില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദേഷ്യം വരുമ്പോ നമ്മൾ ചെയ്യേണ്ട വാചകമാണത്. ദേഷ്യം വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? അയാള് ദേഷ്യം വരികയാണെങ്കിൽ മിണ്ടാതിരിക്കണം. അതേപോലെ തന്നെ ഔദു ചെല്ലണം, വുദു ചെയ്യണം, ഇരിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാണാൻ പറ്റും. അപ്പൊ ദേഷ്യം പിശാചിൽ നിന്നാണ്. പിശാചിന്റെ ആവശ്യമാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. കുറെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താ? അനാവശ്യമായ ദേഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വഴികൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിലേക്ക് പിശാച് കടന്നു വരുന്ന ഈ 3 വഴികളുടെ അപകടങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ശ്രദ്ധയോടുകൂടെ ജീവിക്കുക.
ഷഹ്വാത്തുകളുടെ ഇച്ഛകളുടെ പിറകെ പോകാതിരിക്കുക, ദേഷ്യത്തന്തിയെ നിയന്ത്രിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ദീനുമായി ബന്ധപ്പെട്ട് പിശാചിൽ നിന്ന് അകന്നു നിൽക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് പഠിക്കാനുള്ള ഒരുപാട് വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഹജ്ജിന്റെ സമയമാണ്. ലോകത്തുള്ള വിശ്വാസികൾ ഹജ്ജിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെയധികം സന്തോഷകരമായ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അവർക്ക് ശരിയായ ഹജ്ജ് എന്താന്ന് പഠിച്ചിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ 6, 7, 8 ലക്ഷം രൂപ മുടക്കി ഏകദേശം 2 മാസക്കാലത്തോളം യാത്ര ചെയ്യുന്നൊരു ഇബാദത്താണ്. മറ്റു ഇബാദത്തുകൾ പോലെയല്ല. വലിയ സംഖ്യ മുടക്കിയിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്ന ഒരാൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി പഠിക്കണം. എങ്ങനെയാണ് ജംറയിൽ കല്ലെറിയുക, മിനയിൽ എങ്ങനെ നിസ്കരിക്കുക, മുസ്ദലിഫയിൽ എന്താ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അറഫ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, തവാഫുമായി ബന്ധപ്പെട്ട വിധികൾ എന്താണ്, ഇതൊക്കെ പഠിക്കാതെ പോയാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പഠിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാവുന്ന ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത് ഒരു ഹജ്ജ് ക്യാമ്പ് നടത്താൻ രാജാ ഹാൾ മുതുവട്ടൂരിലുള്ള ആ ഹാളിൽ വെച്ച് ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹജ്ജ് ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ആ ക്യാമ്പിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക, അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് അവരുടെ ദീനിയായ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന ധാരാളം ക്യാമ്പുകൾ, ക്ലാസുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ നടക്കുന്നത്. അതിന്റെ പോസ്റ്റർ പുറത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. അത്തരം സദസ്സുകളിൽ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാനും മതപരമായ അറിവുകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങളുടെ അല്ലാഹുവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ അല്ലാഹുവർക്ക് മോചനം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.